ലോകം വിശേഷിപ്പിക്കുന്ന ആധുനിക വ്യോമപ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും വിനാശകാരിയായ യുദ്ധവിമാനമാണ് റഷ്യയുടെ സുഖോയ് 57. ശത്രുക്കളുടെ ഉറക്കം കെടുത്തുന്ന ഈ 5ാം തലമുറ യുദ്ധവിമാനത്തിന്റെ കരുത്ത് ഇരട്ടിയാക്കാൻ പോവുകയാണ് റഷ്യ. ആകാശത്തെ റഡാർ കണ്ണുകൾക്ക് പോലും കണ്ടെത്താനാകാത്ത വിധം അദൃശ്യനായി വന്ന് മിന്നൽ വേഗത്തിൽ ശത്രുപാളയത്തെ ചുട്ടുചാമ്പലാക്കാൻ ശേഷിയുള്ള സുഖോയ് 57ന്റെ പുതിയ പരിണാമം ലോകരാജ്യങ്ങളെ കൂടുതൽ ഭയപ്പെടുത്തും. കേവലം ഒരു പരീക്ഷണമെന്നതിലുപരി റഷ്യയുടെ വ്യോമ പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു പുതിയ അധ്യായത്തിനാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. വിമാനത്തിന്റെ പ്രവർത്തനക്ഷമതയും വേഗതയും ഇരട്ടിപ്പിക്കുന്ന പുതിയ എഞ്ചിന്റെ ഫ്ലൈറ്റ് ടെസ്റ്റുകൾ ഇതിനോടകം ആരംഭിച്ചു. യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷനിലെയും യുണൈറ്റഡ് എഞ്ചിൻ കോർപ്പറേഷനിലെയും പ്രതിഭകളായ സ്പെഷ്യലിസ്റ്റുകൾ സംയുക്തമായി രൂപപ്പെടുത്തിയ ഈ എഞ്ചിൻ റഷ്യയുടെ വ്യോമ പ്രതിരോധ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സാങ്കേതിക മുന്നേറ്റമായാണ് കരുതപ്പെടുന്നത്. പ്രോഡക്റ്റ് 177 എന്നറിയപ്പെടുന്ന ഈ അത്യാധുനിക എഞ്ചിൻ വിമാനത്തിന് നൽകുന്ന കരുത്ത് ആഗോളതലത്തിൽ തന്നെ നിലവിലുള്ള മറ്റേതൊരു യുദ്ധവിമാനത്തോടും കിടപിടിക്കുന്നതാണ്. വരും വർഷങ്ങളിൽ റഷ്യൻ വ്യോമസേനയുടെ നട്ടെല്ലായി മാറാൻ പോകുന്ന Su-57 വിമാനങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ ഈ എഞ്ചിൻ പരീക്ഷണങ്ങൾ വലിയ പങ്ക് വഹിക്കും. പരീക്ഷണ പറക്കൽ മുൻകൂട്ടി നിശ്ചയിച്ച പദ്ധതി പ്രകാരം തന്നെ പൂർത്തീകരിച്ചെന്നും എഞ്ചിന്റെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെച്ചതായും റഷ്യ വ്യക്തമാക്കി. ഈ പുതിയ എഞ്ചിൻ മുൻ തലമുറയുമായി താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ ത്രസ്റ്റ് നൽകാൻ പ്രാപ്തമാണ്. വർദ്ധിച്ച ത്രസ്റ്റ് വിമാനത്തിന്റെ വേഗത, ഉയരത്തിൽ പ്രവർത്തിക്കാനുള്ള കഴിവ്, കൂടാതെ ഭാരവാഹക ശേഷി എന്നിവ മെച്ചപ്പെടുത്താൻ സഹായിക്കും. അതോടൊപ്പം ഇന്ധനക്ഷമതയും പരിപാലന സൗകര്യങ്ങളും മെച്ചപ്പെടുന്ന തരത്തിലാണ് എഞ്ചിൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വൈവിധ്യമാർന്ന ദൗത്യങ്ങൾ നിർവഹിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത മൾട്ടി റോൾ ഫ്രണ്ട് ലൈൻ കോമ്പാക്ട് വിമാനങ്ങളാണ് Su-57. വ്യോമ ലക്ഷ്യങ്ങളെ നേരിടുന്നതിന് പുറമെ കരയിലെയും സമുദ്രത്തിലെയും ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഇതിന് കഴിവുണ്ട്. പ്രതികൂല കാലാവസ്ഥയിലും ഇലക്ട്രോണിക് ജാമിംഗ് ഉൾപ്പെടെയുള്ള സങ്കീർണമായ യുദ്ധപരിസരങ്ങളിലും 24 മണിക്കൂറും പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലാണ് വിമാനത്തിന്റെ സിസ്റ്റങ്ങൾ വികസിപ്പിച്ചിരിക്കുന്നത്. Su-57ന്റെ മറ്റൊരു പ്രധാന സവിശേഷത അതിന്റെ താഴ്ന്ന നിരീക്ഷണക്ഷമതയുള്ള രൂപകൽപ്പനയാണ്. ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ സാന്നിധ്യത്തിൽ പോലും ശത്രു പ്രദേശങ്ങളിൽ കടന്ന് ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയുന്ന തരത്തിലാണ് വിമാനത്തിന്റെ ഘടനയും സാങ്കേതിക സംവിധാനങ്ങളും തയ്യാറാക്കിയിരിക്കുന്നത്. പുതിയ എഞ്ചിൻ ഈ സവിശേഷതകളെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ദീർഘദൂരം പറക്കാനുള്ള ശേഷിയും യുദ്ധ സാഹചര്യങ്ങളിലെ പ്രതികരണ വേഗതയും വർദ്ധിപ്പിക്കുന്നതിലൂടെ ഇത് സാധ്യമാകുമെന്നാണ് വിലയിരുത്തൽ. റഷ്യയുടെ ആകാശ മേധാവിത്വം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ പരീക്ഷണം വെറുമൊരു സാങ്കേതിക മാറ്റമല്ല, മറിച്ച് ശത്രുക്കളുടെ റഡാർ കണ്ണുകളെ വെട്ടിച്ച് മിന്നൽ വേഗത്തിൽ ആക്രമണം നടത്താനുള്ള ഈ പോർവിമാനത്തിന്റെ ശേഷിയെ പുതിയ തലത്തിലേക്ക് ഉയർത്തുകയാണ് റഷ്യയുടെ ലക്ഷ്യം. മാത്രമല്ല, പുതിയ എഞ്ചിന്റെ ഫ്ലൈറ്റ് ടെസ്റ്റുകൾ പൂർത്തിയാകുന്ന പക്ഷം ആഗോള പ്രതിരോധ വിപണിയിൽ റഷ്യയുടെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുകയും ചെയ്യും.